സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന്റെ പേര് സെലക്റ്റീവ് അറ്റൻഷൻ എന്നാണ്. സെലക്റ്റീവ് അറ്റൻഷൻ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഇതാണ്: നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു ബേസിക് ഓർ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതൊരു കൈൻഡ് ഓഫ് അറ്റൻഷൻ ആണ്. സോ അറ്റൻഷൻ എന്നുള്ളത് എപ്പോഴും ലിമിറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയം, എത്ര അധികം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു, ആ ഒരു കപ്പാസിറ്റി, ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. സോ ഈ സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ളത് നമ്മളെ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ആ സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ ആയിട്ടാണ് ഈ സെലക്റ്റീവ് അറ്റൻഷനെ പറയുന്നത്. സോ നമുക്ക് ആ സമയത്ത് എന്താണോ റെലവെന്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു അസ്, ആ കാര്യത്തിലെ കുറച്ച് സമയം കൂടുതൽ ഫോക്കസ് ചെയ്യാനും ബാക്കി കാര്യങ്ങളെയൊക്കെ ഇഗ്നോർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിനെ നമ്മുടെ ന്യൂറോ സയൻസിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്ത് പറയാം അല്ലെ. നമ്മുടെ ബ്രെയിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളത്, നമുക്ക് കൂടുതൽ വേണ്ട കാര്യങ്ങളിലാണ് നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അത്തരം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടി ഫിൽറ്റർ ചെയ്ത് തരുന്നത്. ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. സോ അതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ സൈക്കോളജിയിലെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ എവറിഡേ എക്സാമ്പിൾസ് ആയിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. സോ ആ സമയത്ത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുന്നതിലാണ്. ബാക്കി അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ തോട്ട്സോ ഒക്കെ നമ്മൾ ആ സമയത്ത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാള് നമ്മുടെ പേര് വിളിച്ചു പറയുന്നത് കേൾക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ സെലക്റ്റീവ് അറ്റൻഷന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ആ സമയത്ത് റെലവെന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട്, അതിന് അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു ഇഫക്റ്റ് ആണ് കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ടിയുടെ ബഹളത്തിന്റെ ഇടയിൽ പോലും നമ്മൾ ചില ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. ഒരു നോയ്സി റൂമിൽ പോലും, എന്ന് പറഞ്ഞാൽ പാർട്ടി നടക്കുമ്പോൾ മിക്കവാറും അവിടെ ഭയങ്കര ബഹളവും ഒച്ചയൊക്കെ ആയിരിക്കും അല്ലെ. അതിനിടയിലും നമുക്ക് വേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിനെയാണ് ഈ കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് സെലക്റ്റീവ് അറ്റൻഷന്റെ അല്ലെങ്കിൽ സെലക്റ്റീവ് ഹിയറിംഗിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ കോക്ടെയിൽ പാർട്ടി ഇഫക്റ്റ് എന്നുള്ളതിനെ പറയുന്നത്. സോ ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചില കേസുകളിൽ നമുക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആസ് എ ഹോൾ ഒരു ബിഗ് പിക്ചർ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഇപ്പോൾ ഒരു എക്സാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ വളരെ ഇൻവോൾവ് ആയി വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ മേ ബി ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടാവാം. അതിൽ എത്ര സമയം നമുക്ക് അതിന് വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും അധികം ഇൻവോൾവ്ഡ് ആയി കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാതെ വരും എന്നുള്ളതൊക്കെ നമ്മൾ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്ന കാര്യം ഇതാണ്: നമ്മൾ കൂടുതൽ ഫോക്കസ് ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ബിഗ് പിക്ചർ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. സോ നമുക്കിത് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ളത്. എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് എവർ യു ഫോക്കസ് ഓൺ എക്സ്പാൻസ് എന്നുള്ളതാണ് അല്ലെ. സോ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയേ, ഫോക്കസ് കൊടുത്ത് നോക്കിയേ, നമുക്കത് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഫോക്കസ് ഓൺ ഹൂ യു വാണ്ട് ടു ബിക്കം, നമ്മൾ എന്തായി മാറണം എന്നുള്ളതിൽ ഒന്ന് ഫോക്കസ് കൊടുത്തു നോക്കൂ. ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ്, നമ്മുടെ ശക്തികളിൽ ഒന്ന് ഫോക്കസ് കൊടുത്തു നോക്കൂ. ഫോക്കസ് ഓൺ ദോസ് whom like we want to be, നമ്മൾ ആരെ പോലെ ആവണം, അത്തരം ആളുകളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. സോ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് കൊടുത്താൽ ആ കാര്യങ്ങളായിരിക്കും
എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. ഇത് നമുക്ക് ഒരുപാട് അനുഭവമുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു കാറിന്റെ എക്സാമ്പിൾ മുൻപ് പറഞ്ഞിരുന്നു. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കാറ് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ റോഡിൽ ഒരുപാട് അത്തരം കാറുകൾ, സെയിം മോഡൽ സെയിം കളർ കാറുകൾ നമ്മൾ കാണാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഗെയിം കളിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിച്ച് അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളും ആ ഗെയിമിൽ എങ്ങനെ വിൻ ചെയ്യാം, ആ ഗെയിമിൽ അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോവാം, അത്തരം കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട സമയത്ത് കുറേ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്പെൻഡ് ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ചിന്തകളായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ. സോ ഇത് നമുക്ക് വളരെ അനുഭവമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. നമുക്കിതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? മോശം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം, നമുക്ക് മറക്കണമെന്ന കാര്യങ്ങൾ ഓർക്കുന്നതിന് പകരം നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, അതിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. സോ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഒരിക്കലും നടക്കാത്ത നമ്മുടെ പേടികളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മനസ്സ് കൂടുതൽ കൺട്രോൾ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്ത് ഓർത്തെടുക്കുന്നതിന് പകരം നമ്മൾ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. സോ ഇത് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഫോക്കസിങ് മോർ ഓൺ വാട്ട് വി വാണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട് വി ഡോണ്ട് വാണ്ട്. നമ്മൾ വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തു പോവും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വെറും ഒഴിവാക്കേണ്ട കാര്യങ്ങളായിട്ട് മാറും. സോ സെലക്റ്റീവ് അറ്റൻഷൻ എന്നുള്ളത് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ സെലക്റ്റീവ് അറ്റൻഷന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ വാട്ട് എവർ യു ഫോക്കസ് ഓൺ എക്സ്പാൻസ് and train our brain to focus on what we want to be. Thank you for watching. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.